എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നീലയമരിയോ ഹെന്നയോ ഒന്നുമില്ലാതെ തന്നെ നല്ലൊരു ഹെയർ ഡൈ തയ്യാറാക്കാം. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല. വളരെ ഈസിയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതുമായ ഹെയർ ഡൈ ആണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ചേർക്കുന്നത് ആകെ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇത് ഒറ്റ പ്രാവശ്യം തന്നെ നരച്ച മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു ഹെയർ ഡൈ. എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മളിതിലേക്ക് ചായയോ കാപ്പിയോ അങ്ങനെയുള്ളത് യാതൊന്നും തന്നെ ചേർക്കുന്നില്ല. അലർജി പ്രശ്നങ്ങൾ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല കേട്ടോ. കാരണം നമ്മളിതിലത് കെമിക്കൽസോ അങ്ങനെയുള്ള യാതൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 സ്പൂൺ കസ്കസും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ കരിഞ്ചീരകത്തിൻ്റെ ഒപ്പം തന്നെ കസ്കസും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. അതാണ് ഒരുമിച്ചിട്ടത്. ഇനി ഇത് നല്ലപോലെ കരിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കസ്കസ് എല്ലാം ഒന്ന് പൊട്ടി വരണം. നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, അതുപോലെ തന്നെ ഈ കസ്കസും നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. മുടി വരണ്ട് പോകുക, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുക, അങ്ങനെയുള്ളതിനൊക്കെ ഈ ഒരു കസ്കസ് വളരെയധികം നല്ലതാണ്. മാത്രമല്ല ഒട്ടുമിക്ക മുടിയുടെ പ്രശ്നങ്ങൾക്കും നമുക്ക് വേറൊരു രീതിയിലും ഈ ഒരു കസ്കസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. തലേ ദിവസം കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം രാവിലെ പാലിൽ അരച്ച് മുടിയിൽ തേക്കുകയാണെങ്കിൽ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ നന്നായിട്ട് തന്നെ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അങ്ങ് കരിഞ്ഞ് പോകരുത്. നല്ല കറുപ്പ് കളറെല്ലാം വരണം. നമ്മൾ ഉലുവ നന്നായിട്ട് തന്നെ കറുത്ത് വരുമ്പോൾ അറിയാമല്ലോ, ആ ഒരു പാകത്തിന് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഇത് മൂന്നും കൂടി നന്നായിട്ട് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മുടിയിൽ നമ്മളിത് തേക്കുമ്പോൾ മുടിക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. സാധാരണ ഹെയർ ഡേയുടെ ഒരു മണമൊന്നും അല്ല, നല്ലൊരു മണം തന്നെയാണ് മുടിക്കും കിട്ടുക. ചിലരുടെ മുടിയൊക്കെ ആകെപ്പാടെ ഡള്ളായിട്ടും അതുപോലെ തന്നെ ഡെഡായിട്ടുള്ള മുടി ഒക്കെ ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ കസ്കസ് പാലിലരച്ച് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് വേണം നിങ്ങൾ മുടിയിൽ തേക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ തരിതരിപ്പൊക്കെ ഉണ്ടാവും, തരിതരിയായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനായിട്ടാണ് നമ്മളൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ഒക്കെ അരിച്ചിട്ട് വേണം മുടിയിൽ തേക്കാനായിട്ട്. ഇത് 1 മണിക്കൂർ നേരം നിങ്ങൾ മുടിയിൽ തേച്ചാൽ നിങ്ങളുടെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറി മുടി നല്ല തിക്കായിട്ട് വളരാൻ ഏറ്റവും നല്ലൊരു മരുന്നോ അല്ലെങ്കിൽ ഔഷധമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിച്ചാലും നമുക്ക് മതിയാവില്ല ഈ കസ്കസിന്. അത്രയ്ക്ക് നല്ല ഗുണമാണ് ഈ കസ്കസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്കസും ഉലുവയും കരിഞ്ചീരകവും കൊണ്ടുള്ള മിക്സ് നന്നായിട്ട് തന്നെ നമ്മളിവിടെ കരിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്കും നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും മടി വിചാരിക്കേണ്ട. ഇത് തീർച്ചയായിട്ടും നിങ്ങളത് തയ്യാറാക്കി നോക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് 2 ഉപയോഗമാണ് കിട്ടുന്നത്. ഒന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തേക്കാം, അല്ല ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ 2 ഗുണമാണ് ഈ ഒരു മിക്സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് താടിയിലും മീശയിലും ഒക്കെ ഞാനിത് ഇൻസ്റ്റൻ്റായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് പൊടിച്ചിട്ട് കുറച്ച് എടുത്ത് വയ്ക്കുക. കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊക്കെ വെളുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഡൈ അടിക്കില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഡൈ അടിച്ചിട്ട് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് എടുത്തിട്ട് താടിയിലും മുടിയിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. അത് പോവൊന്നുമില്ല. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു കൂട്ടിനുള്ളത്. അപ്പം നന്നായിട്ട് തന്നെ നമ്മളിവിടെ കരിച്ചെടുത്തു. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. കണ്ടോ, ഇത് വറുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്പൂണിൽ തന്നെ നല്ലൊരു കളർ വന്നിരിക്കുന്നത് കണ്ടോ.
അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ആരും മടി വിചാരിക്കേണ്ട കേട്ടോ, ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പലരുടെയും മുടി പല രൂപത്തിലാണ്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകവും കസ്കസും ഉലുവയും കൂടെ നമ്മളോട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ, കാരണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ അത് മാറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ചൂട് മാറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നെല്ലിക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അധികമൊന്നും വേണ്ട, 1 സ്പൂൺ വേണമെന്നില്ല, നമുക്ക് മുടിയുടെ അനുസരിച്ച്, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ അല്ലാതെയാണ് ഞാൻ തേച്ചത്. അപ്പോൾ ഈ നെല്ലിക്കയുടെ പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് തണുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ നല്ല മെയ്സായിട്ട് പൊടിച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അപ്പോൾ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടും. ആ രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോകും. ആ രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാർ നന്നായിട്ട് തന്നെ തുടച്ച് വെള്ളമയം ഒട്ടും ഇല്ലാതെ വേണം നിങ്ങളിത് പൊടിച്ചെടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് നമുക്കൊരു ബോട്ടിലിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമുക്ക് പൊടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഞാനിത് എനിക്ക് ആവശ്യമുള്ള അത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ വേണേലും നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം, കാരണം നന്നായിട്ട് തന്നെ പൊടിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഡ്രസ്സിലൊന്നും അങ്ങനെ പൊടിയൊന്നും വീഴുമൊന്നുമില്ല. മാത്രമല്ല നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് തേച്ച് കൊടുത്താൽ മുടിയിൽ അത് പറ്റിയിരുന്നോളും. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കഴുകൊന്നും വേണ്ട, അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അല്ലെ നിങ്ങളിത് മുടിയിലോ ദേഹത്തോ ഒക്കെ ആകും എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട, ഒന്നും ആവില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഹെയർ ഡൈ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ആവണക്കെണ്ണ ഉപയോഗിക്കാം, നമുക്ക് കടുകെണ്ണ ഉപയോഗിക്കാം, ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ ആവണക്കെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏറ്റവും നല്ല നെറ്റിയുടെ ആ ഒരു സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പഴയ ബ്രഷൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ഉപയോഗിച്ച ആ ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. വലിയ ബ്രഷ് എടുക്കാതെ തന്നെ മുടിയിലും താടിയിലൊക്കെ പുരട്ടാനായിട്ട് ഇതുപോലുള്ള ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടില്ലായിരുന്നു. നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്തൊരു ബ്ലാക്ക് കളറാണെന്ന് നോക്ക്. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കസ്കസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഉലുവയും കരിഞ്ജീരകവും മാത്രം വെച്ചിട്ടാണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മുടിക്ക് കുറച്ച് സുരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് വെള്ളത്തിൽ കഴുകിയതാണ്. എൻ്റെ കൈ വെള്ളത്തിൽ ഞാൻ കഴുകിയപ്പോൾ പോലും ആ ഒരു കളറ് പോകുന്നില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് പോകണമെങ്കിൽ നമ്മൾ വല്ല ലിക്വിഡ് വിമ്മോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെയുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കഴുകിയാൽ പെട്ടെന്ന് തന്നെ പോകും. അതുകൊണ്ടാണ് ഷാമ്പൂ ഇടരുത് എന്ന് പറയുന്നത്. കുറച്ച് ദിവസത്തിന് ഷാമ്പൂ ഇടണ്ട. മുടിയിൽ നന്നായിട്ട് മുടിയിൽ ഒട്ടും എണ്ണ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ആർക്കെങ്കിലും ഉപകാരമാകുകയാണെങ്കിൽ ഉപകാരമാകട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.